നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ജിദ്ദയിൽ നടന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ ജനപങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി. സൗദിയുടെയും ഇന്ത്യയുടെയും പരമ്പരാഗത കലാപരിപാടികൾ അരങ്ങേറി. ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്ത് ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹം സംഘടിപ്പിച്ച ഏറ്റവും വലിയ ജനക്കൂട്ടത്തിനാണ് കഴിഞ്ഞ ദിവസം ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വേദിയായത്. 5000 വർഷത്തെ അറബ് ഇന്ത്യ സൗഹൃദം ആഘോഷിക്കുന്ന സാംസ്കാരികോത്സവത്തിൽ സ്വദേശികൾ ഉൾപ്പെടെ 5000-ഓളം പേർ പങ്കെടുത്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവും ചേർന്ന് സംഘടിപ്പിച്ച സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു. The new generation should also learn our history of 5,000 years. We should also preserve and say something about for the future. അറബ് ഇന്ത്യൻ സംസ്കാരങ്ങളുടെ സമ്പന്നമായ പൈതൃകവും തന്ത്രപ്രധാന പങ്കാളിത്തവും അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയും കലാപരിപാടികളും അരങ്ങേറി. ഫാദി സാദൽ ഔസാവിയുടെ നേതൃത്വത്തിലുള്ള പ്രമുഖ സ്വദേശി കലാകാരന്മാരാണ് സൗദിയുടെ പരമ്പരാഗത കലാപരിപാടികൾ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാൻ 150-ലേറെ ഇന്ത്യൻ കൗമാര പ്രതിഭകൾ വേദിയിലെത്തി. മലയാര തനിസേവ കൊടിയേന്തി മഹിഴ്ന്നമന്തവൻ മറയോതും അടിയാറെ മനതേന്തി ഉഗന്ധരുൾഭവൻ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്ത്യൻ കമ്പനികളുടെ B2C വ്യാപാരമേളയും ഒരുക്കിയിരുന്നു. ഹസൻ ചെറൂപ്പ സ്വാഗതവും ഇസാഖ് പൂണ്ടോളി നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. നാസയുടെ ലൂണാർ ഗേറ്റ്വേയിലേക്കുള്ള നിർമ്മാണ ജോലികൾ തുടങ്ങിയതായി UAE അറിയിച്ചു. മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിൽ എയർലോക്കിന്റെ നിർണായക ഘടകം വികസിപ്പിച്ചു തുടങ്ങിയതായി ഡയറക്ടർ ജനറൽ സേലം അൽമാരി അറിയിച്ചു. നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെ പദ്ധതി മേധാവികളുമായി UAE ബഹിരാകാശ ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തി. 2020ഓടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ബഹിരാകാശ നിലയത്തിന് സമാനമായ ലൂണാർ ഗേറ്റ്വേയിലേക്ക് കടക്കാനും പുറത്തിറങ്ങാനും സഹായിക്കുന്ന വായു കടക്കാത്ത മുറിയാണ് എയർലോക്ക്. ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നും ഉടമസ്ഥരും ഉപഭോക്താക്കളും ഒരുപോലെ ജാഗ്രത പാലിക്കണമെന്നും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. പണം അക്കൗണ്ടിലെത്തിയിട്ടുണ്ടെന്ന് കച്ചവടക്കാരനും ഉപഭോക്താവും ഉറപ്പുവരുത്തണം. ഇത്തരം കാര്യങ്ങളിൽ സ്വദേശികളും വിദേശികളും ജാഗ്രത കാണിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ അസീറിൽ ഖിമാം ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് തുടക്കമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ പരേഡ് ശ്രദ്ധേയമായി. മേള ഒരാഴ്ച നീണ്ടു നിൽക്കും. മൂന്നാമത് ഖിമാം ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സൗദിയിലെ അസീറിൽ വിവിധ രാജ്യങ്ങളുടെ പൈതൃകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരേഡ് നടന്നത്. ഇന്ത്യയുടെ താജ്മഹൽ ഉൾപ്പെടെയുള്ള ഫ്ലോട്ടുകളും ബാൻഡുകളും കലാരൂപങ്ങളും ഉണ്ടായിരുന്നു. വിദേശ കലാകാരന്മാരും ജിസാൻ, നജ്റാൻ തുടങ്ങി അസീർ മേഖലയിലെ കലാകാരന്മാരും പരേഡിൽ അണിനിരന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയോര കലാവിരുന്നുകളാണ് മേളയുടെ പ്രധാന ആകർഷണം. തിയേറ്റർ ആൻഡ് ആർട്ട് പെർഫോമിംഗ് ആർട്സ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഉത്സവം ജനുവരി 27 വരെ നീണ്ടുനിൽക്കും. അസീർ മേഖലയിലെ 5ഓളം കേന്ദ്രങ്ങളിൽ 80 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ പരിപാടികൾ മേളയോടനുബന്ധിച്ച് ഉണ്ടാകും. പർവ്വത മേഖലാ പ്രദേശമായ അസീറിൽ ഈ ഉത്സവം എല്ലാ വർഷവും നടത്താനാണ് പദ്ധതി. മലയോര കലാകാരന്മാർക്കായി നടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് ഖിമാം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എന്ന് സാംസ്കാരിക മന്ത്രി ബദർ ബിൻ അബ്ദുള്ള ഫർഹാൻ പറഞ്ഞു. അസീർ ഗവർണർ തുർക്കി ബിൻ തലാൽ ബിൻ അബ്ദുലസീസ് മേള ഉദ്ഘാടനം ചെയ്തു. അസീറിൽ നിന്നും റസാഖ് കിനാശേരിക്കൊപ്പം ജലീൽ കണ്ണമകലം, 24.
ഇശൽ വസന്തം ടെലിവിഷൻ പരിപാടിയുടെ പ്രൊമോ വീഡിയോ ഖത്തറിൽ പ്രകാശനം ചെയ്തു. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രശസ്തരായ പഴയകാല ഗാനരചയിതാക്കളെയും ഗായകരെയും സംഗീത സംവിധായകരെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇശൽ വസന്തം. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും വ്യവസായിയുമായ കെ മുഹമ്മദ് ഈസ പ്രൊമോ പ്രകാശനം ചെയ്തു. ഇശൽ വസന്തം സംഘാടകരായ ഷമീർ ഷർവാനി, ഫൈസൽ എലേറ്റിൽ, ജ്യോതി വെള്ളല്ലൂർ എന്നിവർ പങ്കെടുത്തു. കുവൈറ്റിൽ മലയാളി അന്തരിച്ചു. കോഴിക്കോട് പയ്യോളി സ്വദേശി MC ഫൈസലാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നതായി KKMA അറിയിച്ചു. കുവൈറ്റിൽ തിരുവനന്തപുരം കണ്ണമ്മൂല സ്വദേശി സുനിൽ വാഹിനിയാൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. കൽപ്പക് കുവൈറ്റ് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നു. കുവൈറ്റ് വയനാട് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം അബ്ബാസിയ ആർട്ട് സർക്കിൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് ബ്ലെസൺ സാമുവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ജിജിൽ മാത്യു വാർഷിക പ്രവർത്തികളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനയുടെ ചാരിറ്റി വിഭാഗം കൺവീനർ മിനി കൃഷ്ണ ചാരിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. രക്ഷാധികാരി ബാബുജി ബത്തേരിയുടെ നേതൃത്വത്തിൽ സംഘടനയുടെ 2024-25 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പാണക്കാട് മുയീൻ അലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച കേസിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. മലപ്പുറം പോലീസിന്റേതാണ് നടപടി. മുയീൻ അലി തങ്ങളോട് ശത്രുതയില്ലെന്ന് റാഫി ആവർത്തിച്ചു. നാളെ തങ്ങളെ കാണുന്നുണ്ടോ? നാളെ മിക്കവാറും തങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് വിളിച്ചിട്ടുണ്ട്, തങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രൂപത്തിൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോണിൽ എന്താണ് സംസാരിച്ച തങ്ങളുടെ മറുപടി എങ്ങനെയായിരുന്നു? കേസ് സംബന്ധമായിട്ട് തങ്ങൾ നാളെ ഇവിടെ വരുന്ന പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരിച്ച് എന്താണെന്നുള്ള രൂപത്തിൽ പോകുന്നു. സമവായത്തിൽ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞെന്നാണ് ഇപ്പോൾ കൊടുത്തത് മൊഴി. അതെ അതെ, തങ്ങൾ കൊടുത്തതിനനുസരിച്ച് തങ്ങളതായിട്ടുള്ള ഒരു മൊഴി എൻ്റെ ഭാഗത്താണ് വീഴ്ച വന്നെന്നുള്ള രൂപത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. കീർത്തന, അല്പസമയം മുൻപാണ് റാഫി പുതിയകടവിന്റെ അറസ്റ്റ് മലപ്പുറം പോലീസ് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഭീഷണിപ്പെടുത്തൽ, കലാപാഹ്വാനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് മുയീൻ അലി തങ്ങളുടെ പരാതിയിൽ റാഫി പുതിയകടവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായി. തുടർന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. നാളെ മുയീൻ അലി തങ്ങളുമായി കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. പ്രശ്നം ഒത്തുതീർപ്പാവും. സമവായത്തിലെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് റാഫി പുതിയകടവ് അറിയിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും സ്റ്റേഷനിൽ ഹാജരാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. മുയീൻ അലി തങ്ങളുമായി വിഷയം രമ്യതയിൽ പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ റാഫി പുതിയകടവ് ഉള്ളത്. കീർത്തന. ശരി. പാണക്കാട് മുയീൻ അലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. അരുൺ പാറക്കലാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ നാളെ. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കുക. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ലെങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. S. വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വൈദിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ വലിയ തോതിലുള്ള ജനത്തിരക്കാണ്. ഇവിടേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയാണ് അയോധ്യ നഗരത്തിൽ. ഇവരെ നിയന്ത്രിക്കാൻ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വലിയ തോതിൽ പാടുപെടുന്നത് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 10:25 വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിൽ എത്തും. അദ്ദേഹം അതിനുശേഷം 10:50 ഈ ക്ഷേത്ര നഗരിയിലേക്ക് വരും. ക്ഷേത്രത്തിൽ 11:30 മുതൽ അദ്ദേഹം ഉണ്ടാകും. ഒരു പക്ഷേ സരയൂ സ്നാനം
അതിനു മുമ്പ് അദ്ദേഹം നടത്തിയേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും വന്നിട്ടില്ല. 12:20-നും 12:30-ക്കും ഇടയിലുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത്. ആ മുഹൂർത്തത്തിന് പ്രത്യേകതയുണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല മുഹൂർത്തമാണ്, അതുകൊണ്ട് ആ സമയത്ത് തന്നെ പ്രതിഷ്ഠ നടക്കണം എന്നതാണ്. അതുകൊണ്ടാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് തീരുമാനിക്കുകയും അവിടെ പ്രതിഷ്ഠ ആ സമയത്ത് തന്നെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. 12:30-ക്ക് ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തുന്ന 7000-ലധികം വിശിഷ്ടാതിഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം അടുത്തൊരു ക്ഷേത്രം കൂടി സന്ദർശിക്കും. പ്രധാനമന്ത്രി പോയതിനു ശേഷം പതിവ് പൂജകളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ പൂജകൾ സംബന്ധിച്ച്, ആരതികൾ സംബന്ധിച്ച്, അവിടുത്തെ നിവേദ്യം സംബന്ധിച്ചൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ക്ഷേത്രം അതനുസരിച്ച് ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ അവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഇവിടുത്തെ സുരക്ഷ തന്നെയാണ്. നമ്മൾ പലതവണ പറഞ്ഞതുപോലെ 3 ഘട്ടങ്ങളായുള്ള സുരക്ഷ ക്ഷേത്രത്തിന് അകത്തും പുറത്തുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് 100 കണക്കിന് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ മേഖലയിൽ പ്രത്യേക പരിശീലനം നേടിയ NSG കമാൻഡോസ് പരിശീലനം നൽകിയ ആളുകൾ തന്നെ അവിടെ ഉണ്ടാകും. ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളവർ, CRPF-ന്റെ പരിശോധന അല്ലെങ്കിൽ അവരുടെ സുരക്ഷ അവിടെ ഉണ്ടാകും. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എപ്പോഴും AI ക്യാമറയുടെ സർവൈലൻസിലായിരിക്കും. ഇവിടെ 10,000-കണക്കിന് AI ക്യാമറകളാണുള്ളത്. എല്ലാ നീക്കങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പോലീസ് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ നിരന്തരമായി ഇവിടെ ഏരിയൽ സർവേ നടത്തുന്നുണ്ട്. പഴുതടച്ച സുരക്ഷ എന്നതാണ് അയോധ്യയിലെ കാര്യത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന VIPകൾക്കൊക്കെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. ഇതിനോടകം ക്ഷണം കിട്ടിയതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും അവരവർക്ക് ഒരുക്കിയിരിക്കുന്ന ഗസ്റ്റ് ഹൗസുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. നാളെ രാവിലെ ഏതാണ്ട് ഈ പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രാവിലെ തന്നെ ക്ഷേത്ര പരിസരത്ത് അവർ പ്രത്യേക പാസുമായി ക്ഷണപത്രികയുമായി എത്തണം എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമന്ത്രി പോകുന്നത് വരെ അവർ ക്ഷേത്രത്തിൽ തന്നെ തുടരുക വേണം. 7000-ഓളം ആളുകളാണ് അവിടെ ഉണ്ടാവുക. അതിനിടയിലും വിവാദങ്ങൾ തുടരുകയാണ്. ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ സർക്കാർ ഈ നാളത്തെ ചടങ്ങിന്റെ ഭാഗമായി അവധി പ്രഖ്യാപിച്ചത് വലിയ വാർത്തയാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനും ഇതിനോട് അനുകൂല നിലപാടാണെന്ന വിമർശനവുമായി ഇടതു പാർട്ടികളൊക്കെ രംഗത്ത് വന്നു. തമിഴ്നാട്ടിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം തമിഴ്നാട് സർക്കാർ നിരോധിച്ചു, വിലക്കി എന്ന വാദവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അതിനോട് അതേ നിലയിലല്ല തമിഴ്നാട് സർക്കാർ പ്രതികരിച്ചത്. വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, നിർമ്മല സീതാരാമന്റെ ആരോപണം തെറ്റാണ് എന്ന് മാത്രമേ തമിഴ്നാട് സർക്കാർ അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വിവാദം തുടരുകയാണ് ഈ വൈകുന്നേരവും ഈ രാത്രിയിലും എന്ന് വേണം പറയാൻ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അയോധ്യയിലേക്ക് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകരുടെ പ്രവാഹം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. രാവിലെ മുതൽ ഇങ്ങനെ ഒഴുകുകയാണ് തീർത്ഥാടകർ ഈ നഗരത്തിനകത്തേക്ക്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയല്ല എങ്കിൽ പോലും ഇപ്പോൾ വരരുത്, ഈ തിരക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ദർശനം നടത്തണമെന്നൊക്കെ പ്രധാനമന്ത്രി പലതവണ അഭ്യർത്ഥിച്ചിട്ടും അത് ആരും മുഖവിലക്കെടുത്ത മട്ടില്ല. എല്ലാവരും ക്ഷേത്ര ദർശനത്തിനായി ഇപ്പോൾ തന്നെ വരികയാണ്. ഒരു ഉത്സവാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. എല്ലാ തരത്തിലും രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിന് മേമ്പൊടിയായി ഉണ്ട് എന്നത് പറയാതെ പോകുന്നുമില്ല. രാഷ്ട്രീയ വിവാദവുമുണ്ട്. അവധി പ്രഖ്യാപനം വലിയ വിവാദമായിരുന്നു. അതുപോലെ ചില സ്ഥലങ്ങളിൽ അതിൽ കോടതികൾ പോലും അവധി പ്രഖ്യാപന വിഷയത്തിൽ ഇടപെടുകയും അത് സർക്കാരിന്റെ നയപരമായ തീരുമാനം എന്ന മട്ടിൽ അതിൽ കൂടുതൽ ഉത്തരവുകളിലേക്ക് കടക്കാതെ മഹാരാഷ്ട്ര ഹൈക്കോടതി പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു. അങ്ങനെ സംഭവബഹുലമാണ് എല്ലാ അർത്ഥത്തിലും. നാളെ രാവിലെ മുതൽ തന്നെ ഇതിന്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയെ BJP രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന് മുസ്ലിം ലീഗ്. CPIM-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. യൂത്ത് ലീഗിന്റെ റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പൊതുസമ്മേളനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു യൂത്ത് ലീഗിന്റെ റാലി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്നുള്ള മുദ്രാവാക്യമാണല്ലോ ഈ റാലിയിൽ ഉടനീളം ഉയർന്നു കേട്ടത്. ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ ഒരു വലിയ അജണ്ട തന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്.
മതം തിരിച്ചാണ് രാജ്യത്തിപ്പോൾ പല പരിപാടികളും നടക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ BJP രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണെന്ന് പരിപാടിയിൽ മുഖ്യാതിഥിയായ തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക പറഞ്ഞു. CPIM BJPയെ പരസ്യമായി എതിർക്കുകയും രഹസ്യമായി സന്ധിയുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ നമ്മൾ പോരാടുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ അവരുമായി സന്ധി ചെയ്തവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നാം വിസ്മരിക്കരുത്. നിങ്ങൾക്കറിയാം, ഇവർ തമ്മിൽ ധാരണയാണ്, അവിഹിതമായ ബന്ധമാണ്. കാരണം സംഘപരിവാറിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കോഴിക്കോട് സ്വപ്നനഗരിയിൽ നിന്ന് ആരംഭിച്ച റാലി കടപ്പുറത്ത് സമാപിച്ചു. ആയിരക്കണക്കിന് ആളുകൾ റാലിയിലും തുടർന്ന് നടന്ന സമ്മേളനത്തിലും പങ്കെടുത്തു. മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം MK രാഘവൻ MP, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി. 24 കോഴിക്കോട്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത പോലെയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. 2025 മാത്രമേ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകൂ. ഹിന്ദുമതത്തിലെ പ്രധാന ആചാര്യന്മാരായ ശങ്കരാചാര്യന്മാർ പോലും ഇത് ശരിയായ നടപടിയല്ലെന്നാണ് പറയുന്നതെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള LDFന്റെയും UDFന്റെയും തീരുമാനം ചരിത്രപരമായ മണ്ടത്തരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. 2025 മാത്രം പണി പൂർത്തിയാവുന്ന രാമക്ഷേത്രത്തിന് ഈ 2024 ആദ്യം ഈ 22-ന് അതിൻ്റെ ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്, അതും ശങ്കരാചാര്യന്മാർ പറയുന്നത് ആചാരമര്യാദ അനുസരിച്ചല്ല, ആചാര രീതിക്ക് വിപരീതമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. സംസ്ഥാനത്തെ പ്രബലമായ 2 മുന്നണികളും ഒരുമിച്ച് എതിർത്തിട്ടും കേരളത്തിലെ പൊതുസമൂഹം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ളതാണ്. കേരളത്തിലെ ഇരു മുന്നണികൾക്കും ഇതുപോലൊരു തിരിച്ചടി സമീപകാല ചരിത്രത്തിലൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന നാടായി ഇന്ത്യ മാറിയെന്ന് എഴുത്തുകാരൻ T പത്മനാഭൻ. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കാണ് ശ്രീരാമന്റെ പേര്. തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ട് അയോധ്യ ആയിരിക്കുമെന്നും T പത്മനാഭൻ പറഞ്ഞു. എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ശ്രീരാമഭക്തൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. വിജയഭട്ടിൻ്റെ രാമരാജ്യമായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ 2 വാക്കേ ശബ്ദമേ ഉച്ചരിച്ചിട്ടുള്ളൂ, ഹേ റാം, ഹേ റാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ്. ശ്രീരാമൻ്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ, പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത്. തിരികെ വാർത്തകളിലേക്ക്. അസമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. യാത്രയുടെ ഭാഗമായ വാഹനങ്ങളിൽ BJP പ്രവർത്തകർ സ്വന്തം പതാക സ്ഥാപിച്ചു. പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായതായി കോൺഗ്രസ് ആരോപിച്ചു. അസമിലെ സുനിത്പൂരിൽ വെച്ചാണ് നാടകീയ രംഗങ്ങൾ. ഭാരത് ജോഡോ ന്യായ് യാത്രാ വാഹനങ്ങൾക്ക് നേരെ കൊടികൾ വീശി സംഘടിച്ചെത്തിയ BJP പ്രവർത്തകർ. രാഹുൽ വാഹനം നിർത്തി. മോദി മുദ്രാവാക്യം മുഴക്കിയ BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പിന്നെ അവർക്കിടയിലേക്ക് ജമുഗുരി ഹാട്ടിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. PCC അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറയ്ക്ക് പരിക്കേറ്റു. ജയറാം രമേശിന്റെ വാഹനത്തിലെ പോസ്റ്ററുകൾ കീറി. കോൺഗ്രസ് സമൂഹമാധ്യമ വിഭാഗത്തിന്റെ ക്യാമറകൾ അക്രമികൾ കവർന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രാ വാഹനങ്ങളിൽ BJP കൊടികൾ സ്ഥാപിച്ചതായും ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. പോലീസിൽ പരാതി നൽകി. നാളെ അയോധ്യ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമേ രാഹുൽ ഗാന്ധി ശ്രീമന്ത ശങ്കരദേവിന്റെ ജന്മസ്ഥലമായ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാവൂ എന്ന് മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. 24 ഡൽഹി. സഹകരണ മേഖലയിലെ അഴിമതി ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും ഓഡിറ്റിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്ന നടപടി നിയമപരമായി തെറ്റെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സംസ്ഥാന സഹകരണ യൂണിയന്റെ 9ാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ കടുത്ത വിമർശനം നടത്തിയത്.
അഴിമതിക്കാർക്ക് ഒരു തരത്തിലും സർക്കാരോ വകുപ്പോ പരിരക്ഷ നൽകില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്നത് നിയമപരമായി തെറ്റെന്നും മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക, കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. അപ്പോൾ നാം കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേട് നടക്കില്ലെന്നും സഹകരണ മന്ത്രി VN വാസവൻ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ബാങ്കാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ബാങ്കിലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. കരുവന്നൂരിൽ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം വകുപ്പും സർക്കാരും സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നുവെന്നും VN വാസവൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. പാർട്ടിയിൽ തെറ്റായ പ്രവണതകളും ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ടാകരുതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാം. പാർട്ടിയെ പടുത്ത ഭൂതകാലം ഓർമ്മ വേണമെന്നും MV ഗോവിന്ദൻ വയനാട് മേപ്പാടിയിൽ പ്രസംഗിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ വേണം. അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഞാനും നിങ്ങളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ്. പക്ഷേ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയുമുണ്ട് എന്ന നല്ല ധാരണ വേണം. അതതിൻ്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം. ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെയായിട്ട് മുള പൊട്ടുന്നുണ്ട്. പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനീളം തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല. ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ളതിന് ഉറപ്പുണ്ടാവണം. നിയമസഭയിൽ വായിക്കാനുള്ള നയപ്രഖ്യാപനത്തിന്റെ കരട് സർക്കാർ ഗവർണർക്ക് കൈമാറി. കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനം നയപ്രഖ്യാപനത്തിൽ ഉണ്ടെന്നാണ് വിവരം. ഗവർണർക്കെതിരായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. സംസ്ഥാന സർക്കാരിനോട് കലഹിച്ചു നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ വായിക്കുമോ എന്നത് വ്യക്തമല്ല. രാജ്ഭവന്റെ മറുപടിക്കായി സർക്കാർ കാത്തിരിക്കുകയാണ്. ഈ മാസം 25-നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. കീഴടങ്ങാൻ സാവകാശം തേടിയുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ ബിൽക്കിസ് ബാനു കേസിലെ 11 പ്രതികളും ജയിലിൽ കീഴടങ്ങി. രാത്രി 11:45-ഓടെയാണ് 11 പ്രതികളും ജയിലിൽ കീഴടങ്ങിയത്. ജനുവരി 8-നായിരുന്നു പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകിയുള്ള ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, വിശദാംശങ്ങൾ. ബിൽക്കിസ് ബാനു കേസിലെ 11 പ്രതികളും ജയിലിൽ കീഴടങ്ങി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. BJPക്കും കോൺഗ്രസിനും പിന്നാലെ തൃശൂരിൽ കളത്തിലിറങ്ങാൻ CPIയും. സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയാനും നീക്കം. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന TN പ്രതാപന്റെ നിലപാടിനെ തള്ളി DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും രംഗത്തെത്തി. BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം ശക്തമാക്കിയതിനു പിന്നാലെ TN പ്രതാപനു വേണ്ടിയും തൃശൂരിൽ ചുവരെഴുത്തുകൾ ശക്തമായിരുന്നു. ഇതോടെ നേരത്തെ കളത്തിലിറങ്ങാനുള്ള നീക്കത്തിലാണ് CPIയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. തൃശൂരിൽ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയും. കോൺഗ്രസിന്റെ മഹാസമ്മേളനം കൂടി കഴിഞ്ഞതിനു ശേഷം പ്രത്യേക പ്ലാൻ തയ്യാറാക്കാനാണ് നീക്കം. അതേസമയം തൃശൂരിൽ കോൺഗ്രസ് BJP മത്സരമെന്ന TN പ്രതാപന്റെ വാദം തള്ളി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രംഗത്തെത്തി. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇതെല്ലാം മറച്ചുവെക്കാൻ വേണ്ടി വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലത്തിൽ കാടിളക്കിയുള്ള പ്രചാരണത്തിനാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത്. 24 തൃശൂർ. സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായി സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾ മുങ്ങി മരിച്ചു. മലപ്പുറം തവനൂരിലും തൃശൂർ കുന്നംകുളത്തുമായാണ് അപകടമുണ്ടായത്.
ഉച്ചയ്ക്ക് 2:30യോടെ തവനൂർ കാർഷിക കോളേജിന് പിറകിൽ ഭാരതപ്പുഴയ്ക്ക് സമീപം ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാണ് 13 വയസ്സുകാരൻ അയുർരാജും 11 വയസ്സുകാരൻ അശ്വിനും. പുഴയിൽ പോയ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു. നിലവിളി കേട്ടെത്തിയ പ്രദേശവാസികൾ കുട്ടികളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറ്റിപ്പുറം ME സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുർരാജ്. കോഴിക്കോട് സ്വദേശി അശ്വിൻ വിരുന്നെത്തിയതാണ്. തൃശൂർ കുന്നംകുളത്ത് പാറക്കുളത്തിൽ വീണാണ് സഹോദരിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പന്തല്ലൂർ സ്വദേശികളായ 9 വയസ്സുള്ള മഷിദ, 13 വയസ്സുള്ള ഹസ്നത്ത് എന്നിവരാണ് മരിച്ചത്. ഇരുവരും പിതാവ് അഷ്കറിനൊപ്പം വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ കാലിലെ ചെളി കഴുകാൻ കുളത്തിലിറങ്ങിയതാണ്. 24 തിരൂർ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.